എഴുത്തുകാരൻ എന്തിനാണ് തെറി എഴുതുന്നത് എന്ന ഈ അപകടം പിടിച്ച വിഷയത്തെക്കുറിച്ച് വളരെ മാന്യമായി സംസാരിച്ച് രക്ഷപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ നമ്മൾ അശ്ലീലം മുതലായ വിഭജന രേഖകൾ ജീവിതത്തിൻ്റെ കാര്യത്തിലായാലും സാഹിത്യത്തിൻ്റെ കാര്യത്തിലായാലും നേരത്തെ നമ്മുടെ മോഡറേറ്റർ സൂചിപ്പിച്ചതുപോലെ വളരെ ആപേക്ഷികമായ സംഗതികളാണ്. നമ്മളിപ്പോൾ വളരെ ക്ലാസിക്കലായിട്ടുള്ള ടെക്സ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ കാളിദാസൻ്റെ കുമാരസംഭവത്തിനകത്തുള്ള പാർവതിയുടെ അംഗോപാംഗ വർണ്ണനയും പാർവതിയും ശിവനും തമ്മിലുള്ള മന്മഥലീലകളും അശ്ലീലം എന്നുള്ള ഒരു വകുപ്പിലേക്ക് പെടുത്തി അന്നത്തെ കാലത്ത് തന്നെയുള്ള ഈ സംസ്കൃത പണ്ഡിതന്മാരും കാവ്യ നിരൂപകരൊക്കെ അതിനെതിരെ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരു കാര്യം, അത് ഭക്തിയുടെ മേഖലയിൽ നിങ്ങൾ ഈ ഡയറ്റി, ദൈവം, അതൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കകത്ത് ഇത്തരം വർണ്ണനകൾ, രതിവർണ്ണനകൾ ഉപയോഗിക്കുന്നത് അത് ദൈവഭക്തിക്ക് വിരുദ്ധമാണ് എന്നുള്ള ഒരു തരത്തിലുള്ള വിമർശനമാണ് അതിൻ്റെ ഒരു പൊതുവ സ്വഭാവം. അപ്പം നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം, ഈ ശ്ലീലം അശ്ലീലം എന്നുള്ള ഈ അതിർവരമ്പുകൾ, റിലീജിയൻ, അതേപോലെ തന്നെ ശരീരത്തിൻ്റെ തന്നെ അധോതലങ്ങൾ, ലൈംഗിക പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, വിരേചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തെറി എന്നുള്ളൊരു കാറ്റഗറിയിൽ പൊതുവെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇത് നിത്യജീവിതത്തിൽ നമ്മൾ നിരന്തരമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ലൈംഗിക പ്രക്രിയയാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ കടന്നു പോകുന്ന വളരെ സർവ്വസാധാരണമായിട്ടുള്ള ജീവൽ പ്രക്രിയകളാണ്. എങ്കിൽ പോലും അത് എന്തുകൊണ്ട് തെറിയുടെ ഒരു മണ്ഡലത്തിലേക്ക് മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളത് ഓരോ സംസ്കാരങ്ങളുടെയും മൂല്യബോധത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. ഇത് ഒരു പദം എപ്പോഴാണ് തെറിയുടെ മണ്ഡലത്തിലേക്ക് മാറിയത് എന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പണ്ട് പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്ന സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ 2 ജോലിക്കാർക്ക് തീരെ ആവശ്യമില്ല. അത് ഒന്ന് തയ്യൽക്കാരനും പിന്നെ ചെരുപ്പ് കുത്തിക്കും. ഇവിടെ ഒരു ജോലി കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതായിരുന്നു പോർച്ചുഗീസുകാരുടെ ഒരു നിരീക്ഷണം. അതായത് നമ്മൾ മിക്കവാറും അർദ്ധനഗ്നരും നഗ്നപാതരുമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ജനതയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വളരെ ആദിമഗോത്രങ്ങളുടെ ഭാഷകളും പദാവലികളും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ അവരുടെ ഒരുപാട് പദങ്ങളും പ്രയോഗങ്ങളും ഒന്നും തന്നെ അവർ അതിനെ ഒരു തെറിയായിട്ട് കണക്കാക്കിയിട്ടില്ല. മറിച്ച് ഈ സംസ്കാരം, അത് ഞാൻ നേരത്തെ പോർച്ചുഗീസുകാരുടെ വരവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, കേരളത്തിൻ്റെ തന്നെ കാര്യത്തിൽ ഈ കൊളോണൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള മോഡേണിറ്റി, മിഷണറി പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു മൂല്യബോധം, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് എന്താണ് ശ്ലീലമായിട്ടുള്ളത്, എന്താണ് അശ്ലീലമായിട്ടുള്ളത് എന്നുള്ള തരത്തിലുള്ള ഒരു മൂല്യവിഭജനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആരംഭിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ വെൺമണി പ്രസ്ഥാനത്തിനകത്തുള്ള പൂരപ്രബന്ധം പോലെ, കാമബാണം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള വെൺമണി പ്രസ്ഥാനത്തിൻ്റെ രീതിയിലുള്ള പദ്യങ്ങളുണ്ട്. അതിനകത്ത് മൂരിശൃംഗാരത്തിൻ്റെ രീതിയിൽ എത്തുന്ന ശ്ലോകങ്ങൾ അന്ന് വളരെ ആസ്വദിച്ചിട്ടാണ് ഈ മറ്റേ കാവ്യലോകം വളരെ അങ്ങേയറ്റം അവർ വളരെ ആസ്വാദ്യകരം. ഞാൻ അതിനകത്തുള്ള ഒരു ശ്ലോകം ഒന്ന് വായിക്കാം. മൂടില്ലാത്തൊരു മുണ്ടുകൊണ്ടു മുടിയും മൂടിയിട്ടു വൻകറ്റയും ചൂടിക്കൊണ്ടരിവാൾ പുറത്തു തിരുകി പ്രാഞ്ചിക്കിതച്ചങ്ങനെ നാടൻ കച്ചയുടുത്തു മേനി മുഴുവൻ ചേറും പുരണ്ടിപ്പോഴി പാടത്തീന്നു വരുന്ന
നിൻ വരവ് കണ്ടേറെ കൊതിക്കുന്നു ഞാൻ എന്നാണ്. അന്നത്തെ കാലത്തുള്ള അക്ഷരശ്ലോക സദസ്സുകളെ ലഹരി പിടിപ്പിച്ചിട്ടുള്ള ഈ ഒരു ശ്ലോകം ഇന്ന് നമ്മൾ വായിക്കുന്ന സമയത്ത് അതിനകത്തുള്ള വേറെ തരത്തിലൊരു അശ്ലീലം കണ്ടെത്താൻ സാധിക്കും. ഈ മറ്റേ അധ്വാനിച്ച് വിചർത്ത് പാടത്ത് പണിയെടുത്ത് കറ്റയുമായി വരുന്ന അർദ്ധനഗ്നയായ സ്ത്രീയോട് തോന്നുന്ന കാമാസക്തി, പുരുഷൻ്റെ അത് വരേണ്യവർഗത്തിൻ്റെ കാമാസക്തിയെ ഒരു അന്നത്തെ ഒരു കാവ്യ സംസ്കാരത്തിനകത്ത് അക്ഷരശ്ലോക സദസ്സുകളിൽ അങ്ങേയറ്റം ആസ്വാദ്യകരമായിട്ടുള്ള ഒരു ശ്ലോകമായിരുന്നു. ഇതാണ് നമ്മൾ ഈ തെറിയെക്കുറിച്ച് പറയുമ്പോഴുള്ള ഒരു പ്രശ്നം. ഇതിനകത്ത് ഇത് ടാർഗറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ദുർബലരും സ്ത്രീകളും ദലിതരും അധ്വാനിക്കുന്നവരുമായിട്ടുള്ള മനുഷ്യരുടെ ലോകത്തിനെയും അവരുടെ ശരീരത്തിനെയുമാണ്. ഈ പുലം, കൂത്ത് മുതലായ വാക്കുകൾ എങ്ങനെയാണ് ചില സഫിക്സുകളുടെ ഭാഗമായിട്ട് തെറിപ്പദമായി മാറുന്നത് എന്നുള്ളത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കൂത്ത് ആടുന്നവൾ ഒരു എന്താ പറയുക അശ്ലീല പദമായി മാറുന്നു. പുലത്തിൽ പണിയെടുക്കുന്നവർ ഒരു അശ്ലീല ശരീരമായി മാറുന്നു. ഈ ഒരു രീതിയിൽ തെറിക്കകത്ത് ഈ തെറി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ ഒരു വളരെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വളരെ വിശാലമായ രീതിയിൽ ഒരു റിസർച്ച് നടന്നിട്ടുള്ളൊരു മേഖലയാണിത്. പക്ഷേ ഇതേ സമയത്ത് തന്നെ തെറിക്ക് വേറെ അട്ടിമറിയുടേതായിട്ടുള്ള ഒരു സ്വഭാവം കൂടിയുണ്ട്. നിങ്ങൾ ഇപ്പോൾ പുടിൻ, നമ്മൾ അടുത്ത കാലത്ത് വായിച്ചിട്ടുള്ളൊരു വാർത്ത, റഷ്യയിൽ പുടിൻ ഒരുപാട് പദങ്ങളെ സെൻസർ ചെയ്യാൻ പോവുകയാണ്. മറ്റേ സാഹിത്യകൃതികളിലും സോങ്സിനകത്തും പരസ്യങ്ങൾക്കകത്തൊക്കെ വരുന്ന ചില റഷ്യൻ അശ്ലീല പദങ്ങളെ സെൻസർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറിച്ച് അങ്ങേപുറത്ത് അതിനേക്കാൾ വലിയ അശ്ലീലമായിട്ടുള്ള ഒരു ഉക്രൈൻ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധവും ലഹളയും കലാപവും പോലുള്ള വലിയ അശ്ലീലങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എഴുത്തുകാരൻ പ്രതിരോധത്തിൻ്റെ സ്വരത്തിൽ ഈ അശ്ലീലത്തിനെ തെറിയെ ഉപയോഗിക്കാം. ഇതിനുള്ള ഒരുപാട് മറ്റേ ലോക സാഹിത്യത്തിൽ തന്നെ ഇതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഈ മിഡീവിയൽ സെഞ്ചുറിക്കകത്തുണ്ടായുള്ള റബാലയുടെ ഗാർഗുഞ്ച ആൻഡ് പരാൻഗ്രുവ എന്ന് പറഞ്ഞ നോവലിനകത്ത് ജനങ്ങളുടെ ആഘോഷമായിട്ടുള്ള കാർണിവലും ആ കാർണിവലിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരോഹിത വർഗത്തിൻ്റെയും അധികാരി വർഗത്തിൻ്റെയും പ്രഭുവർഗത്തിൻ്റെയും രാജാധികാരത്തിൻ്റെയും ശ്രേണീബന്ധങ്ങളെ, അധികാര സ്വരൂപങ്ങളെ തകിടം മറിച്ചുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ലൈംഗിക പ്രക്രിയകളും വിസർജ്യവും ഭക്ഷണവും ലാഫ്റ്ററും എല്ലാം കടന്നു വരുന്ന വലിയൊരു അട്ടിമറി സ്വഭാവമുള്ള കാർണിവൽസിനെ കുറിച്ചാണ് ആ റബാലിയയുടെ നോവൽ എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് മിഖായിൽ ബെക്തിൻ്റെ വളരെ വിശദമായ പഠനങ്ങളുമുണ്ട്. നമുക്കതിലേക്കൊന്നും തൽക്കാലം പോകണ്ട. കാരണം ഇന്നിപ്പോൾ നമ്മൾ ലോകത്ത് മിക്ക പുതിയ ജാനറുകളിൽ വരുന്ന ഫിക്ഷൻ പരിശോധിച്ച് കഴിഞ്ഞാലും അതിനകത്ത് പോർണോഗ്രഫിയൊക്കെ ഒരു മെറ്റാനറേറ്റീവാണ്. അത് ഇതിൻ്റെ ഒരു അട്ടിമറി സ്വഭാവത്തിനെ നിങ്ങളുടെ ഭരണകൂടങ്ങൾ കൂടുതൽ അധികാരപ്രമത്തതയുള്ളതായി മാറുകയും അടിച്ചമർത്തുന്ന സ്വഭാവമുള്ളതായി തീരുകയും ഫാസിസ്റ്റ് സ്വഭാവമുള്ളതായി തീരുകയും ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അതിശക്തമായി തെറി പറയേണ്ടി വരും. മലയാളത്തിൽ നമുക്കതിനുള്ളൊരു ഉദാഹരണം ഒ വി വിജയൻ്റെ ധർമ്മപുരാണമാണ്. ഒ വി വിജയൻ്റെ ധർമ്മപുരാണം അക്കാലത്തുള്ള അടിയന്തരാവസ്ഥയുടെ ഒരു ഭീകരതയെ ഹാസ്യത്തിലൂടെ അശ്ലീലത്തിലൂടെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഒരു സംഭവമാണ്. ഈ ആധുനികതയുടെ കാലത്തായിരുന്നെങ്കിലും ഇപ്പോൾ കാക്കനാടൻ്റെയൊക്കെ കൃതികൾക്കകത്ത് ആരോപിക്കപ്പെട്ടിട്ടുള്ളത് വലിയ അശ്ലീലമാണ്. അതിൻ്റെ ഒരു വേറൊരു രൂപം മാത്രമാണ് ഇന്നിപ്പോൾ നമ്മുടെ മലയാള സാഹിത്യത്തിലാണെങ്കിലും അത്രയൊക്കെ തന്നെ തെറിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. ഇതിനകത്ത് പ്രത്യേകിച്ച് പ്രകോപിതരാകാൻ മാത്രം ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ വേറൊരു സംഗതി, ഇതിൻ്റെ ഒരു ഷോക്കിംഗ് സ്വഭാവം, നമ്മളൊരു തെറിവാക്ക് കേട്ട് കഴിഞ്ഞാൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവല്യൂഷണറി ആയിട്ടുള്ള നമ്മുടെ ഒരു റെസ്പോൺസ് ഉണ്ട്. ഒന്നുകിൽ നമ്മൾ അതിനെ ചെറുക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു രീതിയിൽ തെറി ഉണ്ടാകുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത്, പറയുന്ന സമയത്ത് തെറി പറയുന്ന ആൾക്ക് ശരീരത്തിൽ അനുഭവിക്കുന്ന, മനസ്സിൽ അനുഭവിക്കുന്ന ഒരു ശക്തി, കേൾക്കുന്ന ആൾക്കുണ്ടാകുന്ന ഷോക്ക്, അതിൻ്റെ അഡ്രിനാലിൻ പ്രവാഹം,
ഇതിൻ്റെ ഒരു ന്യൂറോ ഫിസിയോളജിക്കൽ സ്റ്റഡീസ്, എന്തുകൊണ്ടാണ് ഈ തെറിവാക്കുകൾ ഇത്രമാത്രം നമ്മളെ ക്ഷോഭം ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വേറെയുണ്ട്. ഇപ്പോൾ ഈ ഭാഷയൊക്കെ നശിച്ചു പോകുന്ന, കോഗ്നിറ്റീവ് പ്രോസസ്സ് നശിച്ചു പോകുന്ന അസുഖങ്ങൾക്കകത്തുള്ള മനുഷ്യന്മാരും ഈ തെറിവാക്കുകൾ അവരുടെ ബ്രെയിൻ റീറ്റെയിൻ ചെയ്യും. അതവർക്ക് പറയാൻ സാധിക്കും. അതാണ് അവർ കൂടുതൽ പറയുക. അപ്പോൾ അത് വേറെ ലെവലിലുള്ളൊരു ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ്. സാഹിത്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന സമയത്ത് എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലായ്പ്പോഴും പുതിയ വാക്ക് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നൊരു ആളാണ്. അതിനകത്ത് നിങ്ങൾ തെറി എന്നുള്ള ടെക്സ്റ്റ് ഈസ് ആൾവേസ് കോണ്ടെക്സ്റ്റിൽ. തെറി നിങ്ങൾ ഏത് സന്ദർഭത്തിൽ, ഏത് വാക്യത്തിൽ, ഏത് പാരഗ്രാഫിൽ, ഏത് കഥാപാത്രം വഴിക്ക് പ്രയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അല്ലാണ്ട് ആ ഒരു തെറിവാക്കിനെ മാത്രം അടർത്തി മാറ്റിയിട്ട് ഒരു പുസ്തകത്തിനെ പഠിക്കാനോ, ഒരു എന്താ പറയുക, ഈ ഗ്രന്ഥകർത്താവിനെതിരെ ഒരു സമരം അതൊക്കെ നമ്മുടെ മലയാള സാഹിത്യത്തിൽ നടന്നതിൻ്റെ ഇൻസ്റ്റൻസസ് നമ്മുടെ മുന്നിലുണ്ട്. അതിനോ ഉള്ളൊരു സ്കോപ്പില്ല. അപ്പോൾ ആത്യന്തികമായി പിന്നെ തെറി വായനക്കാരൻ്റെ മനസ്സിനകത്തുകൂടി സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഇത് നിങ്ങൾ തെറി എഴുതി എന്ന് പറഞ്ഞാൽ അതിനോട് അയാൾ റെസ്പോണ്ട് ചെയ്യുന്നത് വായനക്കാരനും കൂടിയാണ്. അയാളുടെ മൂല്യബോധങ്ങളും എഴുത്തുകാരൻ്റെ മൂല്യബോധങ്ങളും എഴുത്തുകാരൻ കഥാപാത്രത്തിലൂടെ പറയിപ്പിക്കുന്ന മൂല്യബോധങ്ങളുടെയും സംഘർഷത്തിൻ്റെ ഒരു മേഖലയാണ് തെറി എന്ന് പറഞ്ഞിട്ടുള്ള, അതൊരു ബൗണ്ടറിയാണ് ബേസിക്കലി. അതിൻ്റെ അകത്തുള്ള മീനിങ് ആര് ക്രിയേറ്റ് ചെയ്യുന്നു? വായനക്കാരനും എഴുത്തുകാരനും ഈ കഥാപാത്രവും ചേർന്ന് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.